carefully answer. ചക്കു നല്ലപോലെ കൊറേ ഉണ്ട്. അത് ചക്കു ക്വസ്റ്റ്യൻ അതായിരുന്നു. കുറച്ച് ഹിന്ദി പഠിക്കേണ്ടി വരും. തത്ത കണക്കപ്പിള്ളയാണ്. ഓക്കെ പോയിക്കോന്ന് പറയുന്നു പറയും വിചാരിക്കും മനസ്സുകൊണ്ട്. പക്ഷെ സീരാവതാ കണ്ടോ എന്റെ പൊന്നോ എന്തൊക്കെ ആരുമല്ലേ. ഞാൻ ടിഷ്യൂ പേപ്പറിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ടല്ലോ. എവിടെ ആരായിരിക്കും സർവൈവ് ചെയ്യുന്നത്? ചൊറിച്ചിട്ടെടുക്കും. കണ്ടുപിടിക്കാതെ പോണേ പോട്ടെ. ഇവിടെ അങ്ങനെ കൊറേ സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മുടെ കുടുംബം കിടക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഹലോ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്നത്തെ എപ്പിസോഡ് ഐ ആം ബ്രിങ്ങിങ് അഖിൽ ഇൻ ദ ഹോട്ട് സീറ്റ്. വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫണ്ണി Q&A ആണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ടേൺസ് ഔട്ട് ഫണ്ണി. വെൽക്കം. What was your first impression on me? ഇതിന്റെ ഞാനും വായിച്ചത്. ഞാൻ ജെമിനിയിലാ നോക്കിയത്. ഞാൻ രണ്ടും എല്ലാം യൂസ് ചെയ്യുന്നു. ഓക്കെ ഫസ്റ്റ് ഇംപ്രഷൻ ഫ്രണ്ട്സ് ത്രൂ ആയിരുന്നു എന്റെ ഫസ്റ്റ് കേൾവി ആരതി ദിൽരാജിനെ പറ്റിയിട്ട്. അപ്പൊ ഭയങ്കര ഒരു വർക്കഹോളിക് ആയിരുന്നു. വർക്കഹോളിക് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു കൊറേ കാര്യബോധമുള്ള ഒരു കുട്ടിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് ഫസ്റ്റ്. മീൻസ് അതായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. ആരുണ്ട് ഇതന്നെ എന്റെ പറ ഇതേ സെയിം ക്വസ്റ്റ്യൻ എന്നിട്ട് പറഞ്ഞാൽ ഒന്ന് എനിക്ക് ചില സമയത്ത് മീൻസ് ഒരു അനോയിങ് ആയിട്ട് തോന്നുന്നത് എവിടെയെങ്കിലും പോകുമ്പോ ഫോണില് ചാർജ് ഇല്ലാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ താക്കോല് എടുക്കാതിരിക്കുക. മീൻസ് ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ തന്നെ 2% ആയിട്ട് പോവുക. ചാർജർ എടുക്കാതിരിക്കുക. വിളിക്കുമ്പോ കിട്ടാതിരിക്കുക. അത് അനോയിങ് അല്ല, കാരണം ഞാൻ കൺസേൺഡ് അല്ല മീൻസ് ടെൻഷൻ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അത് മാത്രം. കൊറേ ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി വലിയതായിട്ട് പറയാൻ വേണ്ടി ഇത് മാത്രം. പോരട്ടെ. Who takes longer to get ready? അത് ചക്കു. ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാനിപ്പോ എന്ത് ചെയ്തു, ഞാൻ ടീഷർട്ട് ഇട്ട് വന്നു. അത്രല്ലേ ചെയ്തുള്ളൂ. ഇവള് കുറച്ച് നേരമായി റെഡി ആവാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോ ഞങ്ങള് റെഡി ആവാൻ കയറും. ഞാൻ നേരത്തെ പോയി റെഡി ആവും. അഖില് ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കിയിരിക്കും. എന്നിട്ട് ഞാൻ റെഡിയായി വരുമ്പോഴാണ് ഒരാൾ ഇവിടുന്ന് ഓടി വാഷ്റൂമിൽ പോയി പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് പിന്നെ ഉള്ള ആ ഡ്രസ് എടുത്തിട്ട് ഈ ഡ്രസ് ഇട്ടിട്ട് പക്ഷെ ലാസ്റ്റ് ഇറങ്ങാൻ ലൈക്ക് ലോങ്ങർ ടു ഗെറ്റ് റെഡി എന്റെ റെഡി ആവുന്ന ചില സമയത്ത് ഞാൻ ലേറ്റ് ആയിട്ട് റെഡി ആവാൻ തുടങ്ങുള്ളൂ. അത് ശരിയാണ്. പക്ഷെ ടൈം പിടിക്കില്ല. എനിക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം. ഇത് 1.5 മണിക്കൂർ ആ ഒരു സ്പാനാണ് ചില സ്ഥലത്തേക്ക്. അതെന്ന് വെച്ചാ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വണ്ടി കേറി ഇരുന്ന് കഴിഞ്ഞാലും ഇവിടുന്ന് ആളിറങ്ങിയിട്ടുണ്ടാവില്ല. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് പറയട്ടെ. We switch phones for a day. Who will panic first? വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ചക്ക കുറച്ച് ഹിന്ദി പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചക്കുന് നമ്മുടെ കമ്പനിത്തെ അറിയാലോ. ആ ഫോണുകൾ മാത്രമേ ഉള്ളൂ. എനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. There is no need of panic. Like അങ്ങനെ നോക്കിയാൽ എന്റെ ഫോൺ എന്നേക്കാൾ കൂടുതൽ ചക്കുവിന്റെ യൂസ് ചെയ്യല്. സോ ഇപ്പൊ ഞാൻ പുതിയ ഫോൺ ഇപ്പൊ അതറിയാലോ. അതിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 2 ആയിട്ടുണ്ടല്ലോ. അതിലും കൂടുതൽ അതിലും മുമ്പ് വരെ ഉള്ള സാധനം തന്നെ ഇതിലുള്ളൂ പുതിയതായിട്ട്. പുതിയതായിട്ടല്ല പഴയതായിട്ട് പുതിയതായിട്ട്. Who would survive alone without the other? അതിപ്പോ അറിയില്ല. ചക്കു ആയിരിക്കും. ചക്കുവിന് കാര്യബോധമൊക്കെ ഉള്ളതല്ലേ. നമ്മള് പാവം. What is one thing I do? അതായത് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും that makes you question our marriage. എനിക്ക് മനസ്സിലാവുന്നില്ല. You question our marriage. അതായത് ഈ പണ്ടാരം കല്യാണം കഴിക്കണമായിരുന്നോ എന്ന് ചക്കുവിന് തോന്നുന്ന ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അതെന്ത് തോന്നുമ്പോഴായിരിക്കും. അതായത് പ്രവൃത്തി ആവാം, അല്ലെങ്കിൽ അതെന്തെങ്കിലും എന്റെ ഒരു ഹാബിറ്റ് ആവാം. അപ്പം കണക്കിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു കുഴപ്പമുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. കണക്കപ്പിള്ളിയാണ്. കട്ട കണക്കപ്പിള്ളിയാണ്. പക്ഷെ അതൊരു പോസിറ്റീവ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു കുഡ് ചേഞ്ച് one thing about me, carefully answer.
ഐ മീൻ ഞാൻ പറഞ്ഞല്ല കെയർഫുള്ളി ആൻസർന്ന്, ഇതിൽ അവര് തന്നെ എഴുതിയിരിക്കുന്ന കെയർഫുള്ളി ആൻസർന്ന്. ആ അങ്ങനെ തോന്നുമ്പോ അതിപ്പോ എന്താ പറയാ, അതിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് മാറേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മളെ തുടക്ക സമയത്തില് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫണ്ണായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് നമുക്ക് ഔട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ പൊതുവേ എനിക്ക് വീട്ടിലിരിക്കുന്ന താല്പര്യമുള്ള ആളല്ല. എനിക്ക് എപ്പോഴും പുറത്ത് പോകണം, ഫ്രണ്ട്സായിട്ട് ഇറങ്ങണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കൺട്രോൾഡ് ആക്കിയിട്ടുണ്ട് ഇല്ലേ ചക്കു? പിന്നെ അങ്ങനെയല്ല, പുറത്ത് ഓക്കെ മീൻസ് ചില സമയത്ത് എനിക്ക് എന്റെ സെൽഫായിട്ടൊരു ക്വസ്റ്റ്യൻ തോന്നും, പോണോ? ചിലപ്പോ ഞാൻ സെൽഫ് കൺഫ്യൂസ്ഡ് ആവും. അത് ചക്കു ആണ് റീസൺ ഞാൻ പറയില്ല. ചില സമയത്ത് എനിക്ക് തോന്നലുണ്ട് ചക്കു ആയിരിക്കാം ആ റീസൺ. അതല്ല, ഞാൻ ചിലപ്പോ ചോദിക്കും ഇനി പോയാലോ. അപ്പൊ നമ്മള് ചില സമയത്ത് നമ്മൾ ഒരുമിച്ച് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെളിയിൽ പോകുന്ന അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് മീൻസ് പണ്ടത്തെ മാരല്ലല്ലോ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്കും പിന്നെ നമ്മള് റിലേഷനിലായ സമയം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് പോക്കുന്ന പരിപാടി ഞാനില്ല. പക്ഷെ ഞാൻ പിന്നെ ന്യൂ ഇയറിന് അത് ഏതോ ഒരു കൊല്ലത്തെ ന്യൂ ഇയറിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മോസ്റ്റ്ലി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കില്ല ചില സമയങ്ങളിൽ. എക്സാമ്പിൾ മറ്റേ 2 ദിവസം മുമ്പേ ഇന്നലെ മറ്റേ നമ്മൾ എന്ത് കഴിച്ചു, എന്ത് മറ്റേ ക്രീം ബണ്ടോ, ക്രീം ബണ്ട് മീൻസ് ഞാൻ പറഞ്ഞില്ല വാങ്ങണ്ടാന്ന്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഇടും, വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇടുമ്പോ തന്നെ നമ്മളെ രണ്ടാമത് ചിന്തിക്കും. അങ്ങനെയല്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എന്റെ കേസിൽ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു സാധനം അവിടെ എത്തിയിരിക്കും. അത് ശരിയല്ലേ. പക്ഷെ അതല്ല, നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ ഡൈനിങ് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിയായിരുന്നു. ടേക്ക് ഔട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അതായത് പേ ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പൊ അവിടെ മറ്റേ സെർവർ വന്നിട്ട് ചോദിക്കുമല്ലോ, ക്രീം ബണ്ട് ഞാൻ ഇതൊരു ആഡ് ചെയ്തില്ല, ആഡ് ചെയ്യണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ CS ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണോ വേണ്ടോ എന്നുള്ള സ്കീമിൽ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, കഴിക്കുമെങ്കിൽ വാങ്ങിച്ചു, കഴിക്കില്ലെങ്കിൽ വാങ്ങിക്കേണ്ട, എന്റെ വയറ് ഫുള്ളാന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് വീട്ടിൽ എന്നിട്ട് ഞാൻ നോക്കി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് ഞാൻ പറഞ്ഞു. രാത്രി സിനിമയൊക്കെ കണ്ടു കഴിക്കാന്ന് പറഞ്ഞു. ഇല്ലേ, ഞാൻ പറയണത് എന്റെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ കാര്യം. ജസ്റ്റ് ആ ഇൻസ്റ്റന്റ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നോന്നുള്ളൂ. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഓക്കെ പോയിക്കോന്ന് പറയും വിചാരിക്കും മനസ്സുകൊണ്ട്, പക്ഷെ നടക്കലില്ല. ഈ വീഡിയോ കണ്ടിട്ടും ഇത് ഇറക്കി വെച്ചിട്ട് ഇത് മാറണമെന്ന് ഞാൻ ഇതുവരെ ഒന്നും പറയില്ല കേട്ടോ. ഇപ്പൊ കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്കറിയാം. സോറി, ഇതില് എനിക്ക് എന്നിട്ട് ഇപ്പോൾ മനസ്സിലായില്ല. ഇഫ് യു കുഡ് ചേഞ്ച് വൺ തിങ് അബൌട്ട് മീ കെയർഫുള്ളി. അപ്പൊ ഞാൻ ചോദിക്കുന്ന അങ്ങനെ എല്ലാത്തിനും എസ്നല്ല. അപ്പൊ എന്റെ മൈൻഡിൽ എന്തുകൊണ്ടായിരിക്കും അവനെങ്ങനെ പറഞ്ഞു ചിന്തിച്ചിട്ട് അപ്പൊ one thing you want to change about me is like ഞാൻ നോ പറയരുത്. അങ്ങനല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ചില സമയം ഞാൻ അങ്ങനെ പൊതുവെ ചോദിക്കലില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും, അവർ ഇഷ്ടം കൊണ്ടായിരിക്കും ചോദിക്കുന്നത്. ഇനി മുതൽ ഞാൻ എന്റെ നോ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ചക്കു നോ പറയണേ നോ പറയണം, അങ്ങനെയല്ല. ചേടോ ഇത് സീനാവും. അതാ പറഞ്ഞു, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും ഇട്ടു. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇതാ പ്രശ്നം. അടുത്തത് ഇതൊക്കെ വലിയ തീപ്പൊരി മാറുന്ന ക്വസ്റ്റ്യൻ ആണ്. തീപ്പൊരി മാറുന്ന വാലന്റൈൻസ് ഡേയില് മനുഷ്യന്റെ സീനാവുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് ഇത് ChatGPT എങ്ങനെ ഇതിന്റെ തൊട്ട് താഴെ ഇതേ സെയിം ക്വസ്റ്റ്യൻ വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഹൂ ഈസ് ഓൾവേസ് റൈറ്റ് ബട്ട് നെവർ വിൻസ് ആർഗ്യുമെന്റ്സ്. ആരാണ് എപ്പോഴും ശരി പക്ഷെ ഒരിക്കലും ലൈക്ക് ആ ഒരു തർക്കത്തിൽ ജയിക്കാറില്ല? ഞാൻ ജയിക്കലില്ല, ഞാൻ ഒരിക്കലും ജയിക്കലില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെ സാരില്ല, ഓക്കെ കൂൾ വിട്ട്. So that means you are always right. അങ്ങനെ ഓൾവേസ് റൈറ്റ് എന്ന് പറയലില്ല. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ തർക്കത്തിന്റെ സിറ്റുവേഷൻസ് വരില്ല കേട്ടോ. ഇല്ലല്ലോ, ഇല്ല, കുറവാ. കാരണം മെജോറിറ്റി വളരെ ഡിസിഷൻ ഒക്കെ എടുക്കും. പിന്നെ ഞാൻ എന്ത് തർക്കിക്കാനാ? പക്ഷെ അല്ല, അങ്ങനെ വില്ലത്തിന്റെ കേസല്ലേ പറഞ്ഞു. പക്ഷെ കുറെ കാര്യം ഇപ്പൊ എങ്ങനെ ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ എല്ലാം പ്ലാൻ ചെയ്യും. അപ്പൊ നമുക്ക് തലവേദനയില്ല. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇവിടെ തന്നെ കുറച്ച് ചെയ്യും. സോ നമുക്ക് എന്തെങ്കിലും ചെയ്യും. ആ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ.
മറ്റേ റീലിൽ കാണാറില്ലേ, there is one person who plans everything, ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്റ്റേ നോക്കല് ലഗേജ് പാക്ക് ചെയ്യല് എല്ലാം, എന്നിട്ട് the other person will be someone who always don't know what time the flight is. ആ ഒരു ടൈപ്പ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ആ ഒരു ടൈപ്പ് ആണ്. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ നമ്മൾ റിലേ ചെയ്യുന്നത് ചക്കുനിയാണ്. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ ചെയ്യലില്ല. ഓക്കെ, ഫസ്റ്റ് ഡിസിഷൻ ഈസ് ദ എൻഡ്. കണ്ടോ കണ്ടോ നല്ല ഡിസിഷൻസ് ആണെന്ന് പറഞ്ഞതാ എന്റെ പൊന്നോ. ഓക്കെ, റേറ്റ് മൈ കുക്കിംഗ് ഫ്രം 1 to 10. കുക്കിംഗ് 10. കാരണം അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. കാരണം ഇവിടെ എന്തുണ്ടാക്കുകയാണെങ്കിലും സെറ്റപ്പ് ആയിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കലുണ്ട്. പിന്നെ ഉടായ്പായിട്ട് ചിലപ്പോൾ ചെയ്യും, 2 പോയിന്റ് ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് ഉടായ്പായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഇവിടെ വന്ന് സെറ്റ് ആക്കിയിട്ട് തരും. ആ സ്കില്ല് പൊളിയാണ്, കുക്കിംഗ് സൂപ്പറായിട്ട്. ഓക്കെ, താങ്ക് യു. Who really controls the TV remote in our house? അത് പക്ഷെ അത് നമ്മള് ഭയങ്കര, അത് നമ്മള് രണ്ടുപേരും ചെയ്യില്ലേ. പിന്നെ എന്ത് നമ്മൾ രണ്ടും ചെയ്തില്ല. അഖിലാണ് ഫുൾ ടൈം ഇവിടെ ടിവിയുടെ ഫ്രണ്ട്. ഞാൻ TV കാണാൻ വന്നിരിക്കാറേ ഇല്ല. പക്ഷേ പോയിന്റ്, ചക്കു TV കാണാൻ വന്നിട്ട് ഇരുന്നാലും ഇരുന്നില്ലെങ്കിൽ ചക്കു ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എന്ത് കാണുകയാണെങ്കിലും ഞാൻ നിർത്തലുണ്ട്. ഞാൻ ഒരു സീരിയസ് കാണുകയാണെങ്കിൽ അത് ഞാൻ പറയാം, അത് മിക്കതും അഖിലും കണ്ടോണ്ടിരിക്കുന്നത് മറ്റേ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കും ഫുൾ ടൈം റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വല്ല നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്നുണ്ടാവും. പക്ഷെ അത് എന്താണെങ്കിലും ഞാൻ ഞാൻ നടുക്ക് വന്നിരുന്നിട്ട് പ്രത്യേകിച്ച് തലയും വാലും അറിയാണ്ട് വന്നിരുന്നിട്ട് പ്രത്യേകിച്ച് വരാം. നമ്മുടെ കോമൺ സ്പേസ് ആ സമയത്ത് റിമോട്ട് അങ്ങനെ ഒരാളായിട്ട് കൺട്രോൾ ചെയ്യില്ല, അങ്ങനെ ഷെയർ ചെയ്യലുണ്ട്. വിച്ച് സ്നാക്ക്, ഇത് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കേസിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയ സീസ് കട്ട് തിന്നുന്ന സ്നാക്ക് എന്തായിരിക്കും? അതിപ്പോ ഇവിടെയുള്ള എല്ലാ സ്നാക്കും അങ്ങനെ തന്നെയാ. ഇപ്പൊ അവിടെ ന്യൂട്രലായിരിക്കും, ഞാൻ ന്യൂട്രൽ കഴിക്കലുണ്ട്. പിന്നെ വേറെന്താ, പിന്നെ മിക്സർ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെയൊക്കെ ലേസ് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എനിക്കെന്തോ അത് ഇഷ്ടമാണ്. ഞാനിപ്പോ പിന്നെ ഞാൻ ഇവിടെയുള്ള സമയത്ത് ഇപ്പോഴാണെങ്കിൽ ഞാൻ കവർ എടുക്കുമ്പോ തന്നെ അവിടെ നിന്ന് പറയും. അത് കോമഡിയാ. ഇങ്ങനെ തുറന്ന് നമ്മളൊരു വലിയ പെട്ടിക്കകത്ത് നമ്മുടെ സ്നാക്സ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അത് എനിക്കിപ്പോ എന്റെ ഇപ്പൊ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാല് 1 to 9 ആ. രാത്രി 9 മണി വരെ വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അത് തുറന്നിട്ട് ഇതിങ്ങനെ നമുക്ക് ഈ സ്നാക്സ് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു ഒച്ച കേൾക്കാലോ. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നിട്ട് വിളിച്ചറിയും, എന്താ അവിടെ ഇരുന്ന് കട്ട് തിന്നുന്നത് എന്ന് ഞാൻ അവിടെ ഇരുന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് എന്റെ ഒരു ശീലാണ്, മീൻസ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുന്നു, ഒരു ചായ കുടിക്കുന്നു, എന്തെങ്കിലും അത് കട്ട് തിന്നുന്നതിന്റെ അല്ല കേട്ടോ. ഒരു വിചാരിക്കും ഞാൻ എന്തോ സാധനം സീസണൊന്നും തിന്നാൻ പോലും സമ്മതിക്കത്തില്ലെന്ന്. അങ്ങനെയല്ല, പിന്നെ ഫുഡ് ഡിന്നർ കഴിക്കാണ്ടിരിക്കണ്ടല്ലോ, അത് കഴിച്ച് വയറ് നിറയ്ക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറയുന്നതാ. എന്താ അവിടെ ഇരുന്ന് കട്ട് തിന്നുന്നത്, CS എന്തോ അവിടെ ഇരുന്ന് തുറന്നല്ലോ, എന്തോ കട്ട് തിന്നല്ലോ എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്. ഞാൻ ഭയങ്കര മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അഖിലത് കഴിക്കുവോ, അല്ലെങ്കിൽ ഓ വാവ് സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറയുവോ? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ എഫർട്ട് ദാറ്റ് ഷി പുട്ട് ഓൺ ഇറ്റ്. ഓക്കേ, ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഉഡായില്ലേ, കാരണം നമ്മള് ഒരാളുടെ എഫേർട്ടിനെയാണ് വാല്യൂ ചെയ്യുന്നത്. ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അലമ്പതിനൊക്കെ വരും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ അന്നത്തെ ഒരു പുഡിംഗ് ഉണ്ടാക്കിയില്ലേ, ചീസ് കേക്ക്, ജാപ്പനീസ് പാൻ കേക്ക്. കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്കിഷ്ടമാണ്. മീൻസ് അത്ര അലമ്പല്ല, ഇഷ്ടായിരുന്നു. ഇല്ലെങ്കിലും ഇഷ്ടാണെന്ന് ഓക്കെയാണ്. അയ്യോ, ഞാൻ എന്തെങ്കിലും ഇവിടെ അങ്ങനെ ഫുഡ് അലമ്പാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉപ്പ് കൂടിയാലും ഉപ്പ് ഇല്ലെങ്കിലും എല്ലാം കഴിച്ചോളും. അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല ഫുഡിനെ സംബന്ധിച്ച്. ഫുഡ് കൊടുക്കാതിരുന്ന അത്രയും സന്തോഷം. നമ്മളിൽ ആരാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കർ? അതില് ചക്കുമായിരിക്കും. ഞാൻ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കലില്ല, കാരണം ഞാൻ രഹസ്യം ചോദിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് എന്തായാലും അത് പുറത്തേക്ക് പോകും. സോ നോ, നോട്ട് മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. Who spends more money without telling the other? Spends more money without telling the other. ആരാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്? അങ്ങോട്ട് ലൈക് പരസ്പരം പറയാതെ ആരായിരിക്കും പൈസ കൂടുതൽ ചെലവാക്കുക? അത് അറിയില്ല, ചിലപ്പോ ഞാനായിരിക്കും അല്ലേ. ഞാൻ ചെലവാക്കുന്നതെന്ന് വെച്ചാ മീൻസ് അങ്ങനെ ഇവിടേക്കൊക്കെ വേണ്ടിട്ട് ചെലവാണ്, അല്ല സെൽഫായിട്ട് വലിയ സാധനം വാങ്ങിയിട്ട് ചെലവാക്കണ പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടു തോന്നുമ്പോ ഞാൻ വാങ്ങും. പിന്നെ ആരെ ചോദിക്കുമ്പോ ഞാൻ ചിലപ്പോ കൊടുക്കും. പക്ഷെ അതൊക്കെ ഒരു കണക്ക്, അതൊരു ഇതില്.
Would you rather buy me gifts or save money for yourself? എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കോ? ഗിഫ്റ്റ് ഗിഫ്റ്റ് വാങ്ങാനുള്ള കാരണം ഞാൻ പറയാം. കാരണം എല്ലാം ഒരു ഷോർട്ട് പീരീഡ് ആണ്. പിന്നെ പൈസ എന്നുള്ള സാധനം ഞാൻ വാല്യൂ ചെയ്തത് അതുകൊണ്ടുള്ള ഉപയോഗം കൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് പിശിക്കായിരുന്നു? That's the reason. Okay, that's the real reason. Okay. Okay. ആരായിരിക്കും ഒരു മൂവി കണ്ട് കരയാൻ ചാൻസ്? ഞാനല്ലേ? ആണോ? ചക്കുവാണല്ലോ അല്ലേ? ചില സമയത്ത് ഭയങ്കര റിലേറ്റ് ചെയ്യും ഞാൻ കുറെ കാര്യങ്ങള്. ചക്കോ കരയില് ഞാൻ കണ്ടിട്ടില്ല. സിനിമ കരയണമെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പറയില്ല, ഞാൻ ഇത്ര ഒന്നാമത് ചക്കോ എനിക്ക് അങ്ങനെ കൂടെ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ചക്കു കരയില്. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഞാൻ കരയാറില്ല, ഞാൻ ഭയങ്കര കഠിന ഹൃദയാണെന്നാണ് അതില് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞോ? ഇല്ല, അത് ഇവിടെ തന്നെയാ പറഞ്ഞു. നമ്മളൊരു ഐലൻഡില് സ്റ്റക്കായി പോയാൽ ആരായിരിക്കും സർവൈവ് ചെയ്യുന്നത്? അത് ഞാനായിരിക്കും. ഓ ബട്ട് വൈ? ചിന്തിച്ചാ ഇപ്പൊ വിന്ററിൽ കുറച്ച് കിറങ്ങി ചക്കോന് ചൊറിച്ചെടുക്കും. സ്കിന്നിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അധികം വെയിൽ. ഇപ്പൊ ഒന്നാമത് വർക്ക് ഫ്രോം ഹോമാ. പിന്നെ എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ പുള്ളിക്കാരിക്ക് വെയ്യ. എന്തോ ഒരു കഷ്ടമാണേ. കണ്ടോ, എനിക്കിപ്പൊ കഠിന ഹൃദയ പിശുക്കി വയ്യാത്തോളം ആക്കി എന്നെ. ആരാണ് വീട് ഏറ്റവും കൂടുതൽ അലമ്പാക്കുന്നത്? അത് ഞാനായിരിക്കും. ഞാനാണ്. പക്ഷെ വീട് വൃത്തിയാക്കുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ. എന്നോട് പറഞ്ഞ ഏറ്റവും വലിയൊരു വൈൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു കള്ളം, പക്ഷെ അത് സ്റ്റിൽ അതിൽ കൂടി പാസ് ചെയ്തു പോയി. അത് പറഞ്ഞിട്ട് എന്തിനാ കണ്ടുപിടിക്കാത്ത പോണല്ലേ? അങ്ങോട്ട് പോകുന്ന വിചാരിച്ചാ മതി. അപ്പൊ എന്തോ ഉണ്ട്. Which of my habit is most annoyingly adorable? എന്താ പറയാ, വേണമെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാത്തിനും ടൈം എടുക്കുന്നുണ്ട്. മീൻസ് റെഡി ആയി വരാൻ ടൈം എടുക്കും എന്നൊക്കെ. പക്ഷെ റെഡി ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഓക്കെ അവൾ ഇത്രയും ഒരു ലുക്കായിട്ട് വരില്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു അനോയിങ്ങുമാണ്. പക്ഷെ അറ്റ് എൻഡ് നമുക്ക് ഓക്കെ ഫൈൻ. ഒരു വൃത്തിയിൽ നടക്കുന്ന ഒരു ശീലം, അത് ഒരു നല്ലൊരു ഹാബിറ്റാണ് ശരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് റെഡിയായി നടക്കുന്നത് ഞാൻ ചെയ്യലില്ല. പക്ഷെ ചക്കു അതിനനുസരിച്ച് എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഒരു ഇത്. പിന്നെ വേറെ ഡ്രസ്സിങ്ങിന്റെ ആണെങ്കിലും അല്ല, ഞാൻ മോസ്റ്റ്ലി എന്ന് വെച്ചാൽ ഞാൻ അധികം എന്തിനും സമയം സ്പെൻഡ് ചെയ്യലില്ല. പക്ഷെ കുറെ വെറൈറ്റി ഡ്രസ്സ് വെക്കണം. അപ്പൊ അതൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴൊക്കെ ഒരു രസം തോന്നലുണ്ട്. ഓക്കെ, താങ്ക് യു. എന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും സീക്രട്ട് ആയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴല്ല, പണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പണ്ട് പിന്നെന്താ, പണ്ട് മറ്റേ ആ സാരി, വെള്ള സാരിയും മറ്റേ പിങ്ക് ബ്ലൗസും ഉള്ള ഡ്രസ്, അതന്നെ വെള്ള സാരിയും പിങ്ക് ഡ്രസ്. അതാണ് ഫസ്റ്റ് ഞാൻ ഇവളുടെ ഫോട്ടോ കണ്ടിട്ടുള്ളത്. പക്ഷെ അതെന്നെ എവിടെ സീസ് കണ്ടു? അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലല്ലോ, ഫേസ്ബുക്കിൽ ഞാനില്ല. അതെ, എവിടെന്നോ കണ്ടു, ഇത്രേ ഉള്ളൂ. ആ ഫോട്ടോ കണ്ടു, പറഞ്ഞ ഫോട്ടോ തന്നെ. അത് ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡിൽ കൊടുക്കാം ഫോട്ടോ. കണ്ടോ, ഇത് നോക്കട്ടോ. കണ്ടോ, എന്റെ ഫോണിലെ ഫസ്റ്റ് ഫേവറേറ്റ് ഫോട്ടോ ആണത്. ചക്കു, അത് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ചക്കു, ഞാൻ അത് അവിടെ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം. പറഞ്ഞാണേ. കണ്ടോ, ഇത് കണ്ടോ, എന്തോ ഒരു പാവ. നോക്കിക്കോ, ഈ പറയാൻ നിർത്താൻ പറ്റുന്നില്ല. കണ്ടോ, എന്തോ ഒരു പാവാണ്. ഞാൻ ഇപ്പോഴും പാവല്ലേ? അല്ല, ഈ ഫോട്ടോ കാണുമ്പോ കുറച്ചും കൂടെ പാവം തോന്നുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രെയിൻ സ്വിച്ച് ചെയ്താൽ CS എന്തായിരിക്കും എന്തിലായിരിക്കും ഫെയിൽ ആവുകയെന്ന്, എന്ത് കാര്യത്തിലായിരിക്കും ഫെയിൽ ആവുകയെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രെയിൻ സ്വിച്ച് ചെയ്താൽ മാത്തമാറ്റിക്സിലായിരിക്കും. കാരണം ചക്കു ബാങ്കിലെ വർക്ക് ചെയ്യുന്നുണ്ടോ. പക്ഷേ നമ്മൾ എന്തെങ്കിലും നമ്മൾ മോണോപ്പൊളി കളിക്കലുണ്ട്. മോണോപ്പൊളി അറിയില്ല എനിക്ക് എല്ലാവർക്കും. മോണോപ്പൊളി കളിക്കുമ്പോൾ പുള്ളിക്കാരി കണക്ക് കൂട്ടിയിട്ട് ലാസ്റ്റ് എല്ലാവരും വെക്കും. കണക്ക് കൂട്ടാനൊന്നും പ്രത്യേകിച്ച് അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ഇപ്പം ചോദിച്ചിട്ട് ചോദിച്ചാൽ അങ്ങനെ തപ്പലായിരിക്കും. പിന്നെ ഞങ്ങള് ബാഗിൽ അവിടെ ഇരുന്ന് 16 കൂട്ടും. അങ്ങനത്തെ പണിയല്ലല്ലോ ചെയ്യുന്നത്. വാട്ട് ഈസ് ദി മോസ്റ്റ് റിഡിക്കുലസ് തിങ് യു ഹാവ് എവർ ഡൺ ജസ്റ്റ് ടു ഇംപ്രസ് മീ? ഒന്നും ചെയ്തിട്ടില്ല. എത്ര മാന്യനാണോ ഇയാള്? അല്ല, ഞാൻ എന്ത് ചെയ്തില്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തതായിട്ട്. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ഇടവേളകളിൽ. ഈ ഒരു ഇത്ര കൊല്ലങ്ങളിൽ, ആ ഒരു കൊല്ലങ്ങളിൽ ഇവളിങ്ങനെ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പരിപാടി ഉണ്ടെന്ന് ആവശ്യം വന്നിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലേ? ജസ്റ്റ് ടു ഇംപ്രസ്.
ഞാനെങ്ങനെ ഇംപ്രസ് ആയിട്ടാണ് ചക്കു വീണത് അല്ലല്ലോ. അല്ല പിന്നെന്താ എന്നാലും ഞാനെങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് വേണ്ടിട്ടില്ല. പക്ഷെ എന്റെ മോനെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞാടോ. ഞാൻ CS ന്റെ ബോസ് ആയിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആയെങ്കിൽ CS എന്നെ എങ്ങനെ സർവൈവ് ചെയ്യും വിത്തൗട്ട് CS-നെ ആ ഒരു ജോലിന്ന് CS എങ്ങനെ ആ ഒരു ദിവസം ഞാൻ എക്സ്ട്രീംലി നല്ലൊരു വർക്കർ ആയിരിക്കും. ചക്കു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന്. അന്ന് ഞാൻ ചക്കുവാണ് ദൈവം എന്നുള്ള രീതിയിൽ നടക്കും. ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഒരു ദിവസം ഞാൻ ചക്കുവിന്റെ എന്താ പറയാ, ചക്കു എന്റെ വലിയൊരു യജമാനായിരിക്കും. Which one of us is secretly the boss in the relationship? Chakku is the boss. Why? Seriously, like ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് പാരാഫ്രൈസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിച്ചിട്ടുള്ളതാണ്. കുറെ കാര്യങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ചെക്കുവാണ് കുറച്ചുകൂടെ നല്ലത്. അതിപ്പോ നമ്മുടെ അതിൽ കാര്യബോധമായിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കും. മീൻസ് ഞാൻ ചിലതിൽ പ്ലസ് ആയിരിക്കും, ഇവിടെ ചിലതിൽ പ്ലസ് ആയിരിക്കും. അപ്പൊ നമ്മളത് ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കല്. അല്ലേ? It's not always about 50-50. Yeah, 50-50 എന്നുള്ളതല്ല, 50-50 അല്ല. ചില കാര്യങ്ങളിൽ 80-20 ആയിരിക്കും. അതായിരിക്കും 70-30. Yes. Yeah, it's true. Would you rather have a cook or a maid? Cook or a maid? മെയ്ഡ് ആകുമ്പോ എല്ലാ പണിയും ചെയ്യില്ല, കുക്കിന്റെ പണിയും ചെയ്യില്ല. അപ്പൊ പിന്നെ മെയ്ഡ് അല്ലേ നല്ലത്. Clever. What cheers you up? What cheers you up? Me up. Recognition ആയിരിക്കും അല്ലേ? അറിയില്ല. Recognition. Okay. അല്ലേ? I think. Okay. What is your favorite time of the day? Why? Favorite time of the day coming back to home and ഫസ്റ്റ് ഞാൻ എപ്പോഴും പോകുന്നതിന്റെ മുമ്പ് ചക്കുവിനെ ഫസ്റ്റ് വന്നിട്ട് ഡോർ തുറന്ന് കാണുന്ന ആ ഒരു നല്ലതാണ്. എല്ലാം കഴിഞ്ഞു ജോലിയുടെ ഫ്രസ്ട്രേഷൻ ജോലിയുടെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചക്കുവിനൊന്ന് കാണുമ്പോ സന്തോഷം. അയ്യോ സന്തോഷം. മതി. അടുത്ത വീഡിയോയിൽ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. കൈയൊക്കെ കെട്ടി. ഓക്കെ, നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ അഖിലിന് ഞാൻ ഒരു സുവർണ അവസരം കൊടുക്കുകയാണ്. യു ക്യാൻ ആസ്ക് മീ വൺ ക്വസ്റ്റ്യൻ, ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ എൻ്റെ അടുത്ത്, അതിന് ഉത്തരം പറയുന്നതായിരിക്കും. കുറച്ച് ഫണ്ണി ആയിട്ട് ചോദിക്കും, ഫണ്ണി എനർജറ്റിക്. അതായത് ചോദിക്കും എന്താ ചോദിക്കുക ക്വസ്റ്റ്യൻ. ചക്കു എപ്പോഴാണ് when did you start realizing that you are falling in love with me? അതിനുള്ള റീസൺ. ഓക്കെ, എപ്പോഴാണ് തോന്നിയതെന്നും അതിനുള്ള ഉണ്ടാവാനുള്ള കാരണം, ചക്കു എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യന്റെ ലെയർ അങ്ങനെയാ വരുന്നത്. ഇവനാണ് എനിക്ക് പറ്റിയവൻ എന്ന് ചിന്തിച്ചത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യന്റെ. ഓക്കെ, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷം ഡേറ്റ് ചെയ്തതിന് ശേഷമാണ്. അല്ല, സത്യമായിട്ടും അങ്ങനെയാണ്. ഒരു ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഹണിമൂൺ ഫേസ് ആയിരിക്കുമല്ലോ. അപ്പം ഐ ബിലീവ് ഒരു റിലേഷൻ മുന്നോട്ട് പോകാനായിട്ട് മോർ ദാൻ ലവ്, ഇറ്റ്സ് ഓൾ അബൌട്ട് കെമിസ്ട്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലവും ബാക്കി പരിപാടികളും ഒക്കെ ആ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഇനീഷ്യൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും മനുഷ്യന്മാരല്ലേ പുള്ള, എന്തായാലും ആ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ത്രൂ ഔട്ട് ഉണ്ടാകാൻ നമ്മൾ എഫേർട്ട് ഇട്ടാലേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോ ഇതിപ്പോ ഇവളിപ്പോ ഈ പറയുന്നത് അങ്ങനെ ആരും ഒന്നും ഞാൻ പൊതുവെ നമ്മുടെ ഒരു ഇതിൽ വെച്ച് ഓക്കെ. അപ്പൊ ആ ഒരു കെമിസ്ട്രി ഞങ്ങൾക്ക് ഇടയിൽ വർക്ക്ഔട്ട് ആകും എന്ന് തോന്നി. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ ഓഫ് കോഴ്സ് ദാറ്റ് ഡസന്റ് മീൻ നമ്മൾ രണ്ടുപേരും 100% പെർഫെക്റ്റ് അല്ല. എനിക്ക് എന്റേതായ ഡ്രോബാക്സ് ഉണ്ട്, അതിൻ്റെതായ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ബട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്ലസും മൈനസും കോംപ്ലിമെന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സോ അതാണ് ദാറ്റ്സ് വൈ. അത് ഞാൻ പറഞ്ഞ എനിക്ക് ഏത് മൊമെന്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്കൊരു ഇന്ന സ്പെസിഫിക് മൊമെന്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെങ്കിൽ ഇന്ന സമയത്തൊക്കെ ഞാൻ ഒരു തീരുമാനം എടുത്തു അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല.
കൊറേ കാര്യങ്ങള്, കൊറേ നാളത്തെ ഇടപെടലുകള്, കൊറേ നാളത്തെ സംസാരങ്ങൾ ത്രൂ ഓക്കെ ദിസ് ഈസ് ദ പേഴ്സൺ, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതാണ് ഞാൻ. ഓക്കെ കൂൾ. അപ്പൊ ഞാനിതൊന്നും ചിന്തിച്ചിട്ടില്ല എത്ര അധികം കേട്ടോ. ബാറ്ററി വേറെ കാര്യം സിമ്പിൾ. ഓക്കെ ബട്ട് സോഫാർ കുഴപ്പമില്ല. ഞാൻ സോഫാർ കുഴപ്പമില്ല, സോഫാർ ഓക്കെയാണ്. സോഫാർ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോറടിച്ചിട്ടില്ല. ഇനി ബോറടിക്കാൻ സാധ്യതയില്ല. സാധ്യതയുണ്ടാവില്ല. ഞങ്ങൾ ഓപ്പോസിറ്റ് ആണ് ചില സമയത്ത് പിന്നെ പോകും. പിന്നെ സപ്പോർട്ടീവ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് വേറെ മെയിൻ കാര്യം. ഈ അണ്ടർസ്റ്റാൻഡിങ് വേണം, സപ്പോർട്ടീവ് ആവണം. കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചുറ്റും കാണുന്നതും കേൾക്കുന്നതിൽ നിന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ യു എന്ന് നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുമല്ലോ കുറെ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ ചാനലല്ലേ ഇത്, എന്റെ ചാനലാ. എന്താ സ്റ്റേയില് പോയി എന്താ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ്. എന്റെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്റെ മോനെ അങ്ങനെ ചോദിക്കല്ലേ ചക്കു, ബേബി മോളെ അങ്ങനെ ചോദിക്കല്ലേ. നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നത് ഞാനാ. ചക്കു പറഞ്ഞോ, ചക്കു പറഞ്ഞ രസമുള്ളൂ പറ. അപ്പൊ അത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേസ് വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. വി ലവ് യു. ലവ് യു ഓൾ. ബൈ ബൈ. അങ്ങനെയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയാൻ വന്നതാ ഞാൻ. പറഞ്ഞോ. താങ്ക് യു ഫോർ വാച്ചിങ്. പറ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരുമിച്ച് പറയണോ? ഓക്കേ പറ. ചക്കു പറഞ്ഞാലേ രസമുള്ളൂ, എന്റെ സൗണ്ട് അല്ലേ രസമല്ല. അപ്പൊ ഇത്ര ഒരു മണിക്കൂർ എന്നാലും അത് ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ. ഓക്കെ പറ. റെഡി 1 2 3 ഹാപ്പി വാലന്റൈൻസ് ഡേ. ചക്കു പറ. നമുക്ക് ഒരുമിച്ചിരിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേസ് വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. എന്ത് ടെൻഷൻ എനിക്ക്? ഓക്കെ ബാക്ക് ടു ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നോക്കുന്നത്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇതിലുള്ളത് ChatGPT പൊതുവെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കുടുംബം കണക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ സ്കീം ക്വസ്റ്റ്യൻസ് ഇതിലേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും. ചെടി വാങ്ങണമെന്ന് ഞാൻ എത്ര 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ പറയും വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ കൊല്ലാനാണോ തരാം. അപ്പൊ തന്നെ നമ്മുടെ മൂട് പോകും. എന്തിന് ഞാൻ വളർത്തും. അതാ പറഞ്ഞു, ഒരു വളർത്തുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇല്ല. ഓണസ്റ്റ് ആയിട്ടുള്ള ഉത്തരം തരണം കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ലവ് പ്ലസ് ക്യൂ. അതൊന്നും വേണ്ട 18+ അല്ല നമ്മുടെ കണ്ടന്റ്. പൊത്തി വെച്ചിരിക്കുന്നുണ്ടോ? സീക്രട്ട് ഇല്ലാത്ത ഫോൺ ഇങ്ങനെ ഇരിക്കും. അയ്യോ ഞങ്ങള് ഫസ്റ്റ് ടൈം വീഡിയോ കോൾ ഫെബ്രുവരി 11, 2019. Oh wow. We are too old bro. ഞങ്ങള് ഫസ്റ്റ് എടുത്ത ഒപ്പമുള്ള പിക്ചർ അല്ലേ ഇതല്ലേ നമ്മളൊപ്പം എടുത്ത ഫസ്റ്റ് പിക്ചർ? ഇത് ഏതാ ഡേറ്റ്? ഇത് എടുത്തത് ജനുവരി 16, 2019. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, സിമ്പിൾ ആയിട്ട് സാധനം ചോദിച്ചാൽ മതി പ്ലീസ്. അപ്പൊ നമ്മള് കൂടുതൽ യൂസ് ചെയ്തത് നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം അല്ലേ? ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടാൻ പോലും അറിയത്തില്ലല്ലോ. തോണ്ടലുണ്ട്, പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റാനൊന്നും അറിയില്ല. പോസ്റ്റാൻ അതൊക്കെ പഠിക്കണ്ടേ. ആരെങ്കിലൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ റീഷെയർ ചെയ്യും, അല്ലാതെ എനിക്ക് താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാനുള്ള വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിൽ കമന്റിൽ ചോദിക്കാം. കിടക്കട്ടെ. ഈ ചോദിക്കുന്ന ഗ്രാസിക്കൊക്കെ വല്ലതും ചോദിക്കേണ്ടായിരിക്കും. ഗ്രാസിക്ക് ഇടയ്ക്ക് വരെ ക്വസ്റ്റ്യൻസ് ഇടും, അല്ലെങ്കിൽ ആശ, അല്ലെങ്കിൽ പിന്നെ പറ ജിബിനാപ്പി ഒന്നും കമന്റ് ഇടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ 6000 പേരിലൊക്കെ ഒരു Q&A ചെയ്ത ആകെ വ്യക്തികൾ നമ്മളായിരിക്കും കേട്ടോ. ആയിരിക്കാം. ഓക്കെ എനിവേസ് ഇറ്റ്സ് ഓക്കേ, ഡസന്റ് മാറ്റർ.